ഹായ് ഓൾ, ജിനുസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ നേഴ്സുമാരുടെ സെക്രട്ടേറിയറ്റ് മാർച്ചൊക്കെ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞു. അപ്പം നമ്മളൊരു തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നൊരാശയത്തോടു കൂടി നടത്തിയ ഒരു മാർച്ചായിരുന്നു അത്. അപ്പം ആ ഒരു നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലം, നമ്മുടെ പ്രയത്നത്തിൻ്റെ ഒരു ഫലം എല്ലാവർക്കും സാലറിയുടെ രൂപത്തിൽ നിങ്ങളുടെ കൈകളിലോട്ട് എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. JINU'S Academy. Fly with your dreams. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് റീഡിങ്ങിൻ്റെ സിനോണിംസ് ആയിട്ടാണ്. അതായത് നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പം ഒരുപാട് സ്റ്റുഡൻസ് അതിനകത്ത്, എനിക്ക് തോന്നുന്നു ഒത്തിരി, ഞാൻ സാധാരണ വീഡിയോ ഇടുന്നേക്കാൾ ഒരുപാട് കമൻസ് അതിനകത്ത് ഞാൻ കണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വേണം, ഇതിൻ്റെ ഒരു സെഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് കുറേ സ്റ്റുഡൻസ് അതിനകത്ത് റിക്വസ്റ്റ് ഇട്ടതായിട്ട് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിൻ്റെ അടുത്തൊരു സെക്ഷനായിട്ട് വന്നത്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ കുത്തിയിരുന്ന് പഠിക്കുക, കുത്തിയിരുന്ന് വായിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി ഒരു മടുപ്പുള്ളൊരു കാര്യമാണല്ലേ. പകരം മറ്റൊരാൾ അത് നമുക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരുമോ, വായിച്ചു തരുമോ ചെയ്താൽ ചിലപ്പോൾ നമുക്കത് കുറച്ചും കൂടെ കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു OETയുടെ ഒരു സ്പീക്കിംഗ് കാർഡ് എടുത്തു, എന്നിട്ട് നമ്മളത് വായിച്ച് മനസ്സിലാക്കി നമ്മൾ ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ മറ്റൊരാൾ നമുക്ക് വേണ്ടി ആ ഒരു കാർഡ് വായിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പം നമ്മളിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസമാണ്. കാരണം ആ ഒരാൾ നമുക്ക് മനസ്സിലാകുന്ന രീതി പറഞ്ഞു തരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒന്ന് വായിച്ച് തരുമ്പോൾ നമുക്കത് വളരെ ഒരു ബെനിഫിറ്റാണ്. നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആവുകയാണ് അല്ലേ. അപ്പം അങ്ങനെ പല സ്റ്റുഡൻസിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിവിടെ സ്പൂൺ ഫീഡ് ടെക്നിക്കാണിത് അല്ലേ. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പൂൺ ഫീഡ് തന്നെയാണ്. കാരണം സിനോണിംസ് ഒക്കെ നമ്മൾ കുത്തിയിരുന്ന് വായിച്ച് കണ്ടെത്തിപ്പെടുക അല്ലേ. ചിലർ പറഞ്ഞു നിങ്ങൾ റീഡിങ്സിൻ്റെ സിനോണിംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പം ഉള്ളത് എഴുതി കണ്ടെത്തി നിങ്ങൾ അതിൻ്റെ സിനോണിംസ് കണ്ടുപിടിച്ച് ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പം പലരും പറഞ്ഞു ഞാൻ ഈ ഡ്യൂട്ടി ചെയ്യുവാണ്, ഇതിൻ്റെ ഇടയിൽ പിള്ളേരെ നോക്കണം, ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കണം, ജോലിക്ക് പോകണം, ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എപ്പോഴാണ് റീഡിങ് സിനോണിംസ് എഴുതേണ്ടത്? റീഡിങ് മെറ്റീരിയൽ തന്നെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ സമയമില്ല, പിന്നെയല്ലേ റീഡിങ് സിനോണിംസ്. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ, നിങ്ങളുടെ പഠിക്കുന്ന ടൈം, നിങ്ങളുടെ അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ടൈം ഒന്നും നിങ്ങൾ വേസ്റ്റ് ചെയ്യണ്ട. നിങ്ങളുടെ ഒരു നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പം, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കിച്ചണിൽ എന്തെങ്കിലും കുക്കിംഗ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഹെഡ്സെറ്റ് കുത്തി ഇത് കേട്ടാൽ നിങ്ങൾ മതി. അല്ലാതെ ഇതിനു വേണ്ടി ഒരു കുഞ്ഞും അഡീഷണലായിട്ടൊരു ടൈം കണ്ടെത്തണ്ട. അല്ലെങ്കിൽ നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകുന്ന ട്രാവലിംഗ് ടൈം, ഇങ്ങനെ ഏതെങ്കിലും ഒരു ടൈം നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. അല്ലാതെ ഫ്രീ ടൈമിൽ നിന്ന് എടുത്ത് ഇത് പഠിക്കാനായിട്ട് ആരും ടൈം കളയണ്ട. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പോളിസി എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് സമയമാണ് നമ്മുടെയൊക്കെ പ്രശ്നം. അപ്പോൾ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഒരു മെത്തേഡിലോട്ട് എത്തിയത്. അപ്പം ഹെൽപ്ഫുള്ളാണെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പം നമുക്ക് സെഷനിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സിനോണിം എന്ന് പറയുന്നത് അപ്പാരൻറ്റ്. അപ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തമായ എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. വ്യക്തമായ. അപ്പം വ്യക്തമായ അപ്പം നമുക്ക് എന്താണ്? ക്ലിയർ അല്ലേ. വ്യക്തമായത് അപ്പം എന്താ? ക്ലിയർ ആയത് അല്ലേ. അതുപോലത്തെ എന്താണ്? ഒബ്വിയസ് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു വേർഡ്, ആ ഒരു അപ്പാരൻ്റ് എന്ന് പറയുന്ന വേർഡ് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ബിനീത്ത്. ബിനീത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? താഴെ എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. അതായത് അപ്പോൾ താഴെ എന്ന് പറയുന്ന വാക്ക് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? അണ്ടർ ആൻഡ് ബിലോ അല്ലേ. അതിൻ്റെ രണ്ട് സിനോണിംസ് ആയിട്ട് അണ്ടർ ആൻഡ് ബിലോ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് എല്ലാവർക്കും അറിയുന്നത് ഇൻസിഷൻ. നമ്മൾ നേഴ്സുമാർക്കൊക്കെ വളരെ പരിചിതമാണ് ഈ വേർഡ് ഇൻസിഷൻ എന്ന് പറയുന്നത്. ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സർജിക്കൽ സൈറ്റ് ഇൻസിഷൻ അല്ലേ. എന്താണ്? കട്ട് ചെയ്യുക, കീറി മുറിക്കുക അല്ലേ. സർജറിക്ക് വേണ്ടി നമ്മൾ പറയാമല്ലോ കീറി മുറിച്ചിട്ടേക്കുവാണ് അല്ലേ. ഓക്കെ, ഫൈൻ. അപ്പോൾ എന്താണ് ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ? കീറി മുറിക്കുക. അപ്പോൾ അതിൻ്റെ സിനോണിംസ് ആയിട്ട് കട്ട് ആൻഡ് സ്ലിറ്റ്. സ്ലിറ്റൊക്കെ പെൺപിള്ളേർക്ക് ഭയങ്കര പരിചയമായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻസിഷൻ എന്ന് പറയുന്ന വേർഡ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കട്ട്, സ്ലിറ്റ്. ഞാൻ ഇത്രയും ഒരു നിങ്ങളായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു എക്സാമ്പിൾ തരുന്നത് നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശരി, അടുത്തത് വൈറ്റൽ. വൈറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്രധാനപ്പെട്ടത് അല്ലേ. പ്രധാനപ്പെട്ടത് എന്നൊരു വാക്ക് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. പിന്നെ നമുക്ക് എങ്ങനെയാണ്? എസെൻഷ്യൽ ആയിട്ടുള്ളത്, വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് കണക്ട് ചെയ്യാം. വൈറ്റൽ എന്ന് പറഞ്ഞാൽ പ്രധാനം എന്നാണ് മീനിങ്. അത് നമുക്ക് കണക്ട് ചെയ്യാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലേ. അങ്ങനെ രണ്ട് വാക്കായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അടുത്തത് ആവറേജ്.
ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരാശരി, ഒരു ശരാശരി മനുഷ്യൻ. ആവറേജ് മാൻ, ആവറേജ് സ്റ്റുഡൻറ്റ് അല്ലേ, എന്ന് വെച്ചാൽ ഒരു ശരാശരി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിന് നമുക്ക് സിനോണിംസ് ആയിട്ട് യൂസ് ചെയ്യാം മീൻ, മീഡിയം. ഓക്കെ, അതിന് സിനോണിംസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മീൻ, മീഡിയം എന്ന് പറയുന്ന രണ്ട് വാക്ക് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് പ്രോബബിൾ. ഓക്കെ, പ്രോബബിൾ നമ്മൾ പലവിടെയും പറയാറുണ്ട്. പ്രോബബ്ലി അല്ലേ, പ്രോബബ്ലി അങ്ങനെ ആയിരിക്കാം, പ്രോബബ്ലി ഇങ്ങനെ ആയിരിക്കാം. ദാറ്റ് മീൻസ് എന്താ? സാധ്യത അല്ലേ, ഒരു സാധ്യതയാണ് അവിടെ പറയുന്നത്, ഒരു പോസിബിലിറ്റി അല്ലേ. അപ്പോൾ നമുക്കത് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ലൈക്ക്ലി, സാധ്യത ഉള്ളത് അല്ലേ, ലൈക്ക്ലി. അൺലൈക്ക്ലി എന്ന് പറയുമ്പോൾ എന്താ? സാധ്യത ഇല്ലാത്ത. അപ്പോൾ നമുക്ക് ലൈക്ക്ലി ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, എക്സ്പെക്റ്റഡ് അതെന്തുവാണ്? നമ്മളിപ്പോൾ പേഷ്യൻറ്റിനോട് നമ്മൾ റോൾ പ്ലേയിലൊക്കെ പറയാറുണ്ട്, ഇത് സർജറിക്ക് ശേഷമുള്ള എക്സ്പെക്റ്റഡ് ഔട്ട്കം ആണ്, അതായത് നമ്മൾ പ്രതീക്ഷിച്ച വരാൻ സാധ്യതയുള്ള ഒരു ഔട്ട്കം ആണ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പ്രോബബിൾ എന്ന വേർഡിൻ്റെ മീനിങ് സാധ്യത എന്നാണ്. അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ലൈക്ക്ലി ആൻഡ് എക്സ്പെക്റ്റഡ്. ഓക്കെ, ഇതിങ്ങനൊരു എക്സാമ്പിളൊക്കെ തരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് അഡ്വേഴ്സ്. ഓക്കെ, അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാനികരമായിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഹാനികരമായിട്ടുള്ള എന്നൊരു കാര്യം നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഹാംഫുൾ ആയിട്ടുള്ള അല്ലേ, ഹാംഫുൾ ആയിട്ടുള്ളൊരു കാര്യം, ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം അല്ലേ, ഡേഞ്ചറസ് ആണ്, ഹാംഫുൾ ആണ് എന്ന് നമുക്ക് എന്തിനെ കണക്ട് ചെയ്യാം? അഡ്വേഴ്സ് എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഹാനികരമായിട്ടുള്ളത് എന്നാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. അടുത്തത് സെൻസേഷൻ. സെൻസേഷൻ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വികാരം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കാണുന്നത്? ഫീലിങ്സ് അല്ലേ, ഫീലിങ്സ്. പിന്നെന്താണ്? സെൻസിറ്റീവ്, അവർ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, ഭയങ്കര ഫീലിംഗ് ഉള്ള ഒരാളാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. സോ നമുക്ക് സെൻസേഷനെ കണക്ട് ചെയ്യാം എന്താണ്? ഫീലിംഗ് ആൻഡ് സെൻസിറ്റീവ്. അടുത്തത് അബ്സ്റ്റെയിൻ. അബ്സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിട്ടു നിൽക്കുക അല്ലെങ്കിൽ വർജിക്കുക. വർജിക്കൊക്കെ നിങ്ങൾ വിട്ടുകളാം, അതൊക്കെ ഭയങ്കര ഫോർമലായിപ്പോൾ, അത് വിട്ടുകളാം. അബ്സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? വിട്ടു നിൽക്കുക. ഓക്കെ, വിട്ടു നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം? റിഫ്രെയിൻ, റിഫ്രെയിൻ എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, നമ്മൾ എഴുതാറുണ്ട് റിഫ്രെയിൻ ഫ്രം സ്മോക്കിംഗ്, ആൽക്കഹോളിസം എന്നൊക്കെ പറഞ്ഞ് എഴുതാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അബ്സ്റ്റെയിൻ കണക്ട് ചെയ്യാൻ നമുക്ക് റിഫ്രെയിൻ എന്ന് നമുക്ക് കണക്ട് ചെയ്യാം. അടുത്തത് നമുക്ക് പെക്യുലിയർ. പെക്യുലിയർ, പെക്യുലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിചിത്രമായിട്ടുള്ള, വിചിത്രമായിട്ടുള്ള. അപ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? സ്ട്രെയിഞ്ച് അല്ലേ, സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു പെക്യുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ, അതായത് ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയാറുണ്ട്. അപ്പം പെക്യുലറിനെ നമുക്ക് കണക്ട് ചെയ്യാം സ്ട്രെയിഞ്ച്. പിന്നെ അതുമായിട്ട് വരുന്ന അടുത്തൊരു സിനോണിമാണ് ഓഡ് എന്ന് പറയും, ഓഡ്. ഓക്കെ, ഇതാണ് പെക്യുലറിൻ്റെ സിനോണിം എന്ന് പറയുന്നത്. അടുത്ത് വളരെ സിമ്പിളാണ്, പിൽ. പില്ലിൻ്റെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടാവില്ല. പിൽ എന്താണ്? ക്യാപ്സ്യൂൾ ആൻഡ് ടാബ്ലറ്റ്. ഓൾ റൈറ്റ്. അടുത്താണ് ഫ്രജൈൽ. ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എനിക്ക് തോന്നുന്നു ഈ ഗൾഫിൽ, ദുബായിലുള്ളവർക്കൊക്കെ വളരെ കറക്റ്റാണ് ഫ്രജൈൽ. കാരണം നമ്മൾ ഗൾഫിൽ നിന്ന് പെട്ടി കയറ്റി അയക്കുമ്പോൾ നമ്മൾ എഴുതാറുണ്ട് എന്താണ്? ഫ്രജൈൽ ആയിട്ടുള്ള സാധനമാണ്, ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ. അപ്പോൾ ഫ്രജൈൽ കാണുമ്പോൾ തന്നെ അവർക്കറിയാം ഈ പെട്ടി വളരെ സൂക്ഷിക്കണം, കാരണം ഇതിനകത്ത് പൊട്ടുന്ന എന്തോ സാധനമുണ്ട്. ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ പൊട്ടുന്ന എന്നാണ് മീനിങ്. അങ്ങനെയാണെങ്കിൽ നമുക്കത് എങ്ങനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും? ബ്രേക്കബിൾ അല്ലേ, ബ്രേക്കബിൾ. പിന്നെ നമുക്കാണ് ബ്രിറ്റിൽ. ബ്രിറ്റിൽ എനിക്ക് തോന്നുന്നു OET ഒരു റോൾ പ്ലേ ഉണ്ട്, യെല്ലോ ആൻഡ് ബ്രിറ്റിൽ നെയിൽ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ബ്രിറ്റിൽ, പൊട്ടുന്ന അല്ല, ആ പേഷ്യൻറ്റിന് യെല്ലോ ആൻഡ് ബ്രിറ്റിൽ നെയിലായിട്ട് ഒരു പേഷ്യൻറ്റ് വരുന്നതുകൊണ്ട് റോൾ പ്ലേ ഉണ്ട് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ബ്രിറ്റിൽ എന്നാണ്. അപ്പം ബ്രേക്കബിൾ, ബ്രിറ്റിൽ. നമുക്ക് ഫ്രജൈലിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന വാക്കാണ് ബ്രേക്കബിൾ ആൻഡ് ബ്രിറ്റിൽ. പൊട്ടുന്ന എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, റിക്കറൻസ്. റിക്കറൻസ് എന്ന് പറയുന്ന വേർഡ് എന്താണ്? നമുക്ക് അതിൻ്റെ അർത്ഥം വീണ്ടും വരിക. വീണ്ടും വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് കം ബാക്ക് അല്ലേ, വളരെ സിമ്പിളാണ്. കം ബാക്ക്. ആൻഡ് പിന്നെ എന്ത് കൊടുക്കാം? റിട്ടേൺ അല്ലേ, റിട്ടേൺ. അപ്പം നമുക്ക് ഈ ഒരു റീഡിങ്ങിനകത്ത് സിനോണിംസിൻ്റെ മൊത്തം കളിയാണല്ലോ. അപ്പോൾ നമുക്ക് റിക്കറൻസ് കണ്ട് ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസറിലോട്ട് പോകുമ്പോൾ അതിൻ്റെ സിനോണിം ആയിരിക്കും കിടക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ റിക്കറൻസ് എന്നുണ്ടെങ്കിൽ വീണ്ടും വരിക അല്ലേ. അപ്പോൾ എന്താണ്? കം ബാക്ക് ആൻഡ് റിട്ടേൺ എന്ന് പറഞ്ഞ രണ്ട് സിമ്പിളായിട്ടുള്ള വേർഡാണ് അതിൻ്റെ ഒരു സിനോണിം എന്ന് പറയുന്നത്. അടുത്തത് ടെർമിനേഷൻ. ടെർമിനേഷൻ. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ജോലി സ്ഥലത്ത് നിന്ന് അവനെ ടെർമിനേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ അവർ അവിടുത്തെ പരിപാടി അവസാനിപ്പിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? എൻഡ്, ക്ലോസ് അല്ലേ. അവൻ ഇവിടുന്ന് ക്ലോസ് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ അവസാനം. അപ്പോൾ എൻഡ്, ക്ലോസ് എന്ന് പറയുന്ന രണ്ട് വാക്കായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് അഗ്രവേറ്റ്. അഗ്രവേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഷളാകുക. സിറ്റുവേഷൻ അല്ലേ, വഷളായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അഗ്രവേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? വഷളാകുക. വേഴ്സനായി എന്ന് നമുക്ക് പറയാം അല്ലേ, വേഴ്സനായി എന്ന് പറയാം. പിന്നെ എക്സാസർബേറ്റ് എന്ന് പറയുന്ന ഒരു വാക്കും കൂടെ
നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കണക്ട് ചെയ്ത് രണ്ടുമാണ് ഈ അഗ്രിവേറ്റിൻ്റെ ഒരു സിനോണിം എന്ന് പറയുന്നത്. അടുത്തത് സെഗ്രിഗേറ്റ്. സെഗ്രിഗേറ്റ് ഒക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ്. എന്താണ്? വേസ്റ്റ് സെഗ്രിഗേഷൻ അല്ലേ? നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ളൊരു സെറ്റപ്പാണ് എന്താണ്? സെഗ്രിഗേറ്റ് ചെയ്യുക, വേർപെടുത്തുക. നമുക്കറിയാം, നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ റെഡ്, ബ്ലൂ, ഗ്രീൻ എന്നൊക്കെ പറഞ്ഞ കളർ ഉണ്ട് അല്ലേ? അവിടെ എന്താ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യണം, നമ്മൾ ഹോസ്പിറ്റൽ വേസ്റ്റ് അല്ലേ? അപ്പോൾ സെഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? വേർപെടുത്തുക. അങ്ങനെ വേർപെടുത്തുക എന്ന് വരും. നമുക്ക് എങ്ങനെ അതിനെ നമുക്ക് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് പറയാം അല്ലേ? സെപ്പറേറ്റ് ചെയ്യുക, പാർട്ടിഷൻ ചെയ്യുക. പാർട്ടിഷൻ, നമ്മൾ റൂമൊക്കെ പാർട്ടിഷൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വേർപെടുത്തി, അതായത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു സിനോണിമാണ് സെപ്പറേറ്റ്, പാർട്ടിഷൻ. സെഗ്രിഗേറ്റിൻ്റെ വേറെ സിനോണിംസ് ആണ് ഇത് രണ്ടും കേട്ടോ. അടുത്തത് ഡിക്ലൈൻ. ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറവ്. ഡിക്ലൈൻ ആയി, മാർക്കറ്റിൽ ഇപ്പം ഇതിൻ്റെ വില ഡിക്ലൈൻ ആയി, ഡൗൺ ആയി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ കണക്ട് ചെയ്യാം? ഡിക്ലൈൻ, കുറവ്. അപ്പോൾ റെഡ്യൂസ് ആയി, ഡിക്രീസ് ആയി അല്ലേ? റെഡ്യൂസ്, ഡിക്രീസിന് നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാം? ഡിക്ലൈൻ ആയിട്ട് കണക്ട് ചെയ്യാം. കുറവ് എന്നുള്ളൊരു മീനിങ് ആണത് വരുന്നത്. അമെൻഡ്. അമെൻഡ് ഒക്കെ നമുക്ക് ഒത്തിരി വരുന്നതാണ് റീഡിങ്ങിൽ. അമെൻഡ്. അമെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭേദഗതി. ഭേദഗതി വരുത്തുക, അമെൻഡ് ചെയ്യുക. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അമെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഭേദഗതി വരുത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അമെൻഡ് എന്ന് പറഞ്ഞാൽ ഭേദഗതി. അങ്ങനെ നമുക്ക് ഭേദഗതി വരുത്താം എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറയാം അല്ലേ? ചേഞ്ച് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഓൾട്രേഷൻ. ഓൾട്രേഷൻ ചെയ്യുക, ഓൾട്ടർ ചെയ്യുക, ഓൾട്രേഷൻ ചെയ്യുക അല്ലേ? ചേഞ്ച് ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് അമെൻഡ്, ചേഞ്ച് ആൻഡ് ഓൾട്രേഷൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അടുത്ത് നമുക്ക് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ. ഓക്കെ അല്ലേ? കുറേ ഇൻഫർമേഷൻ എനിക്ക് കിട്ടി, എന്നാൽ കുറേ വിവരങ്ങൾ എനിക്ക് കിട്ടി. ഈ വിവരങ്ങളിൽ നമുക്ക് എങ്ങനെ കളക്ട് ചെയ്യാം? ഡീറ്റെയിൽസ് അല്ലേ? ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റി, ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ഒരു രണ്ട് വാക്കായിട്ട് നമുക്ക് ഇൻഫർമേഷൻ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കുറച്ച് സിനോണിംസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒരുപാട് കൊണ്ടുവന്നിട്ടില്ല, കാരണം ഞാൻ വിചാരിക്കുന്ന എല്ലാവർക്കും ഒരേ കപ്പാസിറ്റി അല്ല. ഇപ്പം 100 എണ്ണം ഒരുമിച്ചിട്ടാൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, 50 എണ്ണം ഒരുമിച്ചിട്ടാൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കേട്ട് പഠിച്ച് സെറ്റ് ആകുമ്പോഴത്തേക്കിനും ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് ഞാൻ വീണ്ടും വരാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെങ്കിൽ, ഇതിൻ്റെ അടുത്ത പാർട്ട് വേണമെങ്കിൽ definitely please feel free to comment below this video. Then see you.